Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ, ആരാ പ്രയർ ചെയ്യുന്നേ? പ്രയർ ആരാ ചെയ്യുന്നേ? ഞാൻ ചെയ്യാം, മിസ്സേ. ഓക്കെ. Thank you for this class and all the blessings you have given us. Guide our thoughts, words, and actions so that we may do what is right and kind. Help us to learn, to laugh, and to grow with a thankful hearts. Bless our teachers, friends, and families. Keep us safe and happy always. Amen. ഓക്കെ, സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. ഒരു സെക്കൻഡ്. ഓക്കെ, ഉഷാരിലെ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഉഷാ, പ്രയർ കഴിഞ്ഞോ? കഴിഞ്ഞു, മിസ്സേ. ഓക്കെ, ഇപ്പൊ നമ്മള് സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. അതുപോലെ തന്നെ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് വരെ ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, കഴിഞ്ഞു. സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. The word communication is derived from the Latin word community, which means common. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് കോമൺസ് എന്നാണ്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇസ് ഷെയറിംഗ് കോമൺ എക്സ്പീരിയൻസ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. Communication defines the process of passing ideas or feelings from one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഐഡിയാസ് എക്സ്പ്രസ് ഐഡിയാസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയും നമുക്ക് എന്ത് പറയാം? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലായിരിക്കണം, 2 persons ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ചുരുങ്ങിയത് 2 വ്യക്തികളെങ്കിലും ഉണ്ടായിരിക്കണം. ഒരാള് സെൻഡർ ആണ്. വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് സെൻഡർ ആരാണ്, റിസീവർ ആരാണെന്ന്, അല്ലെ? അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നിങ്ങള്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയില്ലേ? ഓക്കെ, അപ്പൊ 2 വ്യക്തികൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാരൊക്കെയാ? ഒന്ന് സെൻഡർ, ഒന്ന് റിസീവർ. 1 person alone cannot communicate. ഒരു വ്യക്തി മാത്രമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ തനി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കും ഒറ്റയ്ക്ക്. അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുമോ? അതിനെ ഇല്ല, ഒരിക്കലും പറ്റില്ല, അല്ലെ? അപ്പൊ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ റിസീവർ ക്ലോസസ് ദ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്. അതുപോലെ തന്നെ ഈ റിസീവർ എന്ത് ചെയ്യുന്നു? റിസീവറും സെൻഡറും തമ്മിൽ ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നു കമ്മ്യൂണിക്കേഷനിലൂടെ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പാസിംഗ് വൺ ഓൺ ഐഡിയാസ് അറ്റ് ബോത്ത് ഇൻഫോർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽസ്. 2 പേര് തമ്മിൽ സംസാരിക്കുന്നതിനെ, അല്ലെങ്കിൽ 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ ആശയങ്ങളും അവരുടെ ഐഡിയകളും ഒക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം ഉണ്ടാവാൻ. അതിനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഞാനും നിങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലെ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആകുമോ? ഇല്ലയോ? ഇല്ല, ഒരിക്കലും ആവില്ല, അല്ലെ? അതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റിനെ, ഒരു ടീച്ചർക്ക് എന്താ പറയാ, ഒരു സ്റ്റുഡന്റ് എന്താ പറയാ, ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടാവും. പക്ഷെ അവന് ചിലപ്പോ ആ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇതിന് നമുക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനായിട്ട് പറ്റില്ല. പിന്നെ കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്ക് ഉണ്ടാകും, റെസ്പോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് ചില പർപ്പസ് ഉണ്ടാകും, ചില ഉദ്ദേശത്തോടു കൂടിയായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോ അതിനകത്ത് മെസ്സേജുകൾ എൻകോഡ് ചെയ്യുകയും ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്നു. എൻകോഡ് എന്ന് പറഞ്ഞാല് സെൻഡർ കൊടുക്കുന്ന കാര്യങ്ങൾ പാസ് ചെയ്യുന്നതാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാല് റിസീവർ റിസീവ് ചെയ്യുന്ന കാര്യങ്ങള് ഐഡിയാസ് അല്ലെങ്കിൽ ആശയങ്ങളായിട്ട് മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയാം. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷനിൽ എൻകോഡിംഗ് ഉണ്ടാവും, ഡീകോഡിങ്ങും ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനിലുള്ള മെസ്സേജുകൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് വൺ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. The communication between the teacher and the students in the classroom for transforming information is called the classroom communication. അതായത് ഒരു ക്ലാസ് റൂമിൽ സ്റ്റുഡൻസും ടീച്ചറും തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെ നമുക്ക് എന്ത് വിളിക്കാം? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ അത് 3 രീതിയിലാണ് ഉണ്ടാവുക. ഫസ്റ്റ് വൺ ഈസ് സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ്. പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, എന്താണ് സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ്? എങ്ങനെയാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്?
പറഞ്ഞു തന്നാ. പറഞ്ഞോളൂ, ഫാത്തിമ പറഞ്ഞോളൂ. ടീച്ചേഴ്സ് ഒരു പാരഗ്രാഫ് ആണ് കുറച്ചത് റീഡ് ചെയ്യും. മറ്റേ കേൾക്കുക, ലിസൺ ചെയ്യുക. അവിടെ ഓറൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓറൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്ങിൽ നടക്കുന്നത്. ടീച്ചേഴ്സ് എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണോ അല്ലെങ്കിൽ എന്ത് മോറലാണോ പഠിപ്പിക്കുന്നത് അതിനെ കുറിച്ച് കുട്ടികളോട് വായ കൊണ്ട് സംസാരിക്കുകയാണ് ജസ്റ്റ്. അപ്പൊ അത് കുട്ടികൾ കേൾക്കുന്നു. അതുപോലെ ആ പറയുന്നതിൽ നല്ല വ്യക്തത ഉണ്ടാവണം. നല്ല വ്യക്തമായ വാക്കുകളായിരിക്കണം. സൗണ്ട് ആണെങ്കിലും നല്ല കുട്ടികൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ഉറക്കെ തന്നെ സംസാരിക്കണം. എങ്കിലും കുട്ടികൾക്ക് അത് കുറച്ചും കൂടെ ക്ലിയർ ആവുള്ളൂ. ഈ സംസാരം എന്ന് പറയുന്നത് ടീച്ചർ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആ വാക്കുകളിലൂടെ കുട്ടികൾക്ക് എത്തുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. അപ്പോ ടീച്ചർ പറയുന്നത് എന്താണോ, ടീച്ചർ കൊടുക്കുന്ന ഇൻഫോർമേഷൻ എന്താണോ അതിനെ കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അത് അവർ ലിസൺ ചെയ്യുന്നതാണ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷനിലൂടെ. ടീച്ചർ എന്ന് പറയുന്നത് അവരുടെ ചില വ്യൂസ്, ടീച്ചർക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. അത് ക്ലിയർ മാനർ, അതായത് നല്ല എന്താ പറയാ ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇവിടെ ടീച്ചർ സംസാരിക്കുക ചെയ്യുന്നത്. ഓക്കെ, ഒരാൾ സംസാരിക്കുന്നു, മറ്റൊരാൾ കേൾക്കുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്നത്. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് സ്പീക്കർ ആണ്, സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ലിസണർ ആണ്. അപ്പൊ നമുക്ക് ക്ലിനിക്കൽ എക്സാമിന് ചോദിക്കാം ഏത് തരം കമ്മ്യൂണിക്കേഷൻ ആണ്, അതായത് ടീച്ചർ സ്പീക്കറും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ലിസണറുമായിട്ട് ഇരിക്കുന്നത് ഏത് തരം കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ചോദിക്കാം. എന്താണ് നിങ്ങൾ ആൻസർ ചെയ്യുക? എന്താണ് ആൻസർ ചെയ്യുക? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ് ആൻസർ ആയിട്ട് വരിക. സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഡയറക്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതും അതുപോലെ തന്നെ വേഗത്തിൽ ചെയ്യാവുന്നതുമായിട്ടുള്ള ഒന്നാണ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഇതിലൂടെ കൂടുതലായിട്ടും എന്താ പറയാ പറയാനുള്ള അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടുതലായിട്ട് പഠിച്ചെടുക്കുകയും ഇതിലൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് എങ്ങനെയാണ് ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു ടീച്ചർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് കുട്ടികൾ ലേൺ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. 85% ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്പീക്കിംഗ് ആണ്. ഇപ്പോ ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ്. അവിടെ സ്പീക്കർ എന്ന് പറയുന്നത് ടീച്ചറും ലിസണർ എന്ന് പറയുന്നത് സ്റ്റുഡൻസുമാണ്. ടീച്ചർക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായ ഭാഷയിൽ പറയുന്നതും അത് വ്യക്തമായ രീതിയിൽ സ്റ്റുഡൻസ് മനസ്സിലാക്കുകയും ചെയ്യുന്നതിനെ നമുക്ക് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ, ഒന്ന് ഞാൻ ഓഫ് ചെയ്യുവാണ്, ഇപ്പൊ വരാം. ഓക്കെ മിസ്. Okay, then next one is visualizing and observing. Okay. In this, the teacher shows some teacher aids or models for her efficient teaching. Picture projects through film scripts, etc. Here, students are the observe. They observe well and store the message in their mind.
The teacher prepares and shows proper visual things. This type of communication contains showing along with the telling or explanation. It ambulate observation of what is shown rather than oral explanation. It occurs when the teacher wants to provide sensory impact and when he feels that the written or spoken words may not be effective. The method of transmission of ideas or information through drawings, models, dramatization, demonstration, films, or television are examples of this type of communication. അതായത് ഈ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിംഗ് എന്ന് പറയുന്നത് ടീച്ചറുടെ കൈവശം ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ടീച്ചിങ് എയ്ഡ്സ് ആവാം, മോഡൽസ് ആവാം, പിക്ചേഴ്സ് ആവാം, പ്രൊജക്ട് ഫിലിം സ്ട്രിപ്പുകളാവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയാണത് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിംഗ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കൂടുതൽ ടീച്ചർ പറയുന്നില്ല, പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ വാഗോട്ട് പറയുന്നില്ല, മറിച്ച് പിക്ചേഴ്സുകളായിട്ടോ അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡുകളായിട്ടോ പല പല മോഡലുകൾ, ചാർട്ടുകളായിട്ടോ അല്ലെങ്കിൽ ഫിലിം സ്ട്രിപ്പ്, അതായത് നമ്മള് ധാരാളം വിഷ്വലൈസിങ് വീഡിയോസ് ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന രീതിയാണത് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പിക്ചേഴ്സ് കാണിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടുതൽ നേരവും കൂടുതൽ കാലവും അവരുടെ ബ്രെയിനിലേക്ക് തങ്ങി നിൽക്കുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾക്കായാലും അതെ അല്ലെ, ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കിടന്ന് പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ക്ലാസ്സിൽ കയറുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാകാം, കയറാത്ത ആളുകൾക്ക് റെക്കോർഡൊക്കെ കാണുന്ന ആളുകൾക്കാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും വീണ്ടും കേൾക്കണം എന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലാവണം എന്നുണ്ടാവില്ല. ആ സമയത്ത് ഞാനിങ്ങനെ പറയുന്നതിൽ ഉപരിയായിട്ട്, അതായത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിലുപരിയായിട്ട് ഞാൻ ചില പിക്ചേഴ്സ് കാണിക്കുകയാണ് നിങ്ങളെ, അല്ലെങ്കിൽ ചില മോഡലുകൾ, ചില ചാർട്ടുകൾ, ചില വീഡിയോസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ അത് കൂടുതൽ നേരം തങ്ങി നിൽക്കും, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് മൈൻഡിൽ അത് നിങ്ങളുടെ മനസ്സിലോട്ട് ആ ഒരു ചിത്രം പതിയും. ഓക്കെ, അത്തരത്തിലുള്ളൊരു രീതിയാണ് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിംഗ് എന്ന് പറയുന്നത്. വിഷ്വലായിട്ട്, അതായത് വിഷ്വൽ ട്രീറ്റ് ആണ് അത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതായത് ഇവിടെ ചെവിക്കല്ല പ്രാധാന്യം, മറിച്ച് കാഴ്ചയ്ക്കാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മള് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മള് കേൾവിക്കായിരുന്നു പ്രാധാന്യം. നമ്മൾ ടീച്ചർ പറയുന്നത് അത് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതുമായിരുന്നു. പക്ഷെ രണ്ടാമത്തേതിൽ വരുമ്പോൾ നമുക്ക് കാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികൾ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ പിടിച്ചിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ രീതി ഉപയോഗിക്കാവുന്നതാണ്. പല പല പിക്ചറുകൾ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പല പല ചാർട്ടുകൾ കാണിച്ചു കൊടുക്കാം. അങ്ങനെ കുട്ടികൾക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല, മറിച്ച് കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ട് കുട്ടികളെ വാക്കാൽ പറയുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അവരുടെ സെൻസറി ഇമ്പാക്ട് ഇതിനകത്ത് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ചിലപ്പോ വാക്കുകൾ പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് കിട്ടിയെന്ന് വരില്ല. ചില ന്യൂ വേർഡ്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അത് ഭാഗത്താണ് പറയുന്നതെങ്കിൽ കുട്ടികൾക്ക് അത് കിട്ടിയെന്ന് വരില്ല, മറിച്ച് അത് ചാർട്ടുകളായിട്ട് കാണിക്കുകയോ അല്ലെങ്കിൽ അത് പിക്ചേഴ്സ് ആയിട്ടൊക്കെ കാണിക്കുകയോ ചെയ്താൽ കുട്ടികളിൽ കൂടുതലായിട്ട് അത് ബ്രെയിനിൽ തങ്ങി നിൽക്കാനായിട്ട് ഉപകരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ ഒരു മെത്തേഡിലൂടെ പല പല ഡ്രോയിങ്ങുകൾ, മോഡലുകൾ, ഡ്രമാറ്റൈസേഷൻ, ഡെമോൺസ്ട്രേഷൻ, ഫിലിം ഓർ ടെലിവിഷൻ, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോ നമ്മളിപ്പോ ഒരു കാര്യം പഠിക്കുകയാണെന്ന് വിചാരിക്കും, ഒരു സയൻസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം, നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ ആ സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിലുപരി അതൊന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താണ്, കുട്ടികൾക്ക് കൂടുതൽ അറിവ് കിട്ടതിനെ കുറിച്ച് ശരിക്കും മനസ്സിലാവും.
നമുക്കറിയാലോ ഈ നമ്മുടെ പഞ്ചസാര ലൈൻ, നമ്മുടെ സയൻസ് എക്സ്പെരിമെന്റ്സ് ഉണ്ടല്ലോ, അതായത് കുട്ടികൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇപ്പൊ വെള്ളത്തിൽ പഞ്ചസാര കലക്കിയാൽ അത് പഞ്ചസാര ലായനിയായിട്ട് മാറും. അതുപോലെ തന്നെ ഈ ചോക്ക് പൊടി ഇട്ടാല് അത് വേറൊരു ഇതായിട്ട് മാറും, ലിക്വിഡ് ആയിട്ട് മാറും എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മളിങ്ങനെ വാക്കാലിങ്ങനെ പറയുന്നതിനേക്കാൾ ഉപരി അതൊക്കെ കാണിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് കുട്ടികളില് ക്യാച്ച് ആവും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്റ്റോറി നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി അതൊന്ന് വിഷ്വലൈസ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, സ്ക്രീനിൽ നമ്മളൊന്ന് കാണിക്കുവാണെങ്കിൽ കുട്ടികൾ അത് ഒരിക്കലും മറക്കാനായിട്ട് ഇടവരില്ല, അല്ലെ? നമുക്കറിയാം, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന കഥകളാണോ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന സിനിമകളാണോ കൂടുതലായിട്ട് നമുക്ക് എഫക്റ്റീവ് ആവുന്നത്? നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന എന്തായിരിക്കും കൂടുതലായിട്ട്? ായിരിക്കും അല്ലെ? അല്ലെ? ഇപ്പോ നമുക്ക് ചില നോവലുകളും കഥകളൊക്കെ മറക്കാൻ പറ്റിയെന്ന് വരില്ല. ചില ഭയങ്കരമായിട്ടുള്ള, അതായത് നമ്മളൊരു നോവല് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ കഥ വായിക്കുമ്പോഴോ ചിലപ്പോൾ അത് സിനിമയുടെ ഫീൽ ആയിരിക്കും നമുക്കത് തരിക. ഫോർ എക്സാമ്പിൾ, ആടുജീവിതം എന്ന് പറയുന്ന നോവൽ എത്ര പേര് വായിച്ചിട്ടുണ്ട്? ബെന്യാമിന്റെ ആടുജീവിതം ഞാൻ വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട്. സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഏതാണ് കൂടുതൽ ഇഷ്ടമായത്? രണ്ടും ഇഷ്ടമായി. നമ്മള് വായിക്കുമ്പോൾ നമ്മൾ അത് ഇമാജിൻ ചെയ്ത് വായിക്കും, കാണുമ്പോൾ അത് നമുക്ക് നമ്മൾ ഇമാജിൻ ചെയ്തതും ഇതുമായിട്ട് ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. എന്നാലും ഒന്നും കുഴപ്പമില്ല. ഞാൻ ആ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആ നോവലാണ് വായിച്ചിട്ടുള്ളത്. നോവല് വായിച്ചത് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് ആ നോവല് വായിച്ചത്. ആ നോവല് വായിച്ചപ്പോഴൊരു സിനിമ കാണുന്ന ഫീലാണ് എനിക്ക് തോന്നിയത്. അത്രയും ഇമ്പാക്റ്റ് ആ നോവലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ കാണാനായിട്ട് മുതിർന്നില്ല. കാരണം ആ നോവലിലെ പല കാര്യങ്ങളും ചിലപ്പോൾ സിനിമയിൽ നമുക്ക് കാണണം എന്നില്ല. ചിലപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിനിമ കാണാൻ നിന്നിട്ടില്ല. കാരണം ഒരു സിനിമ കാണുന്ന ഫീൽ എനിക്ക് ആ നോവലിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം ചില കാര്യങ്ങൾ, അതായത് നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ് ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഒരിക്കലും ആ ഒരു നമ്മൾ വായിച്ച കാര്യം എന്താണ് അത് നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് ഇടവരില്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ ചില ഫിലിംസ് ഷോസ് ഒക്കെ സ്കൂളുകളിൽ നടത്താറുണ്ട്, അല്ലെ? കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നോവലോ അല്ലെങ്കിൽ സ്റ്റോറിയോ പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാറുണ്ട്? സ്കൂളില് അത് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാറുണ്ട്. കൂടുതൽ കുട്ടികൾക്ക് അതുമായിട്ട് അതായത് ആ വായിച്ച കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂൾ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങൾ സ്കൂളുകളിൽ നടത്തുന്നത്. ഓക്കെ, അപ്പോ എന്താ പറയാ, നമ്മള് ആദ്യത്തെ മെത്തേഡിനേക്കാൾ ഉപരി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അത് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്. യെസ്. നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് കൂടുതലായിട്ട് ഇഷ്ടമായത്. ഞാൻ മൂന്നാമത്തെ മെത്തേഡും കൂടി പറയാം. The next one is writing and reading ആണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ്. To make her teacher suitable without doubt, the teacher writes their information on the blackboard legibly. Then the students are reading first and start writing in their notebooks. After that, the students submit their assignments to the teacher. She goes through it. Here the teacher is reader to check whether the students will get the message right or not. If they make a mistake, she should correct them. This type of communication in the classroom guides the students to do their work carefully. Through this communication, we can easily find out how the teacher found out how the teacher would pass her information to the students. Okay. When a teacher is shared with a class, she is not only concerned with the batch of students, but also the entire classroom. അതായത് ഇവിടെ ടീച്ചർ എന്താ ചെയ്യുന്നത്? അവർക്ക് പറയാനുള്ള കാര്യങ്ങള് ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നു. ഓക്കെ, ടീച്ചർക്ക് പറയാനുള്ള മെസ്സേജസ് എന്താണോ അത് ബ്ലാക്ക് ബോർഡിൽ എഴുതുകയും സ്റ്റുഡൻസ് അത് എഴുതി എടുക്കുകയും ചെയ്യും.
ഇത്തരത്തിലുള്ള ഒരു പഠന രീതിയെയാണ് നമ്മൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ നമുക്ക് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇവിടെ എന്താ ചെയ്യുന്നേ? സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു? ടീച്ചർമാര് അവർക്ക് പറയാനുള്ള, അവര് പഠിപ്പിക്കുന്ന ഏത് ചാപ്റ്റർ ആണോ ഏത് ടോപ്പിക്കുമാണോ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുകയും സ്റ്റുഡൻസ് അത് കണ്ടുകൊണ്ട് അവരുടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുന്നു? അത് എഴുതിയെടുക്കുകയും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ടീച്ചർക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റുഡൻസ് എഴുതിയെടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആർക്ക് കറക്റ്റ് ചെയ്യാം? അത് ടീച്ചറിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൈഡ് ആയിട്ട് നിന്ന് ടീച്ചർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും അവരുടെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനും ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ സാധിക്കുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്. അതായത് ഞാൻ പ്ലസ് ടുവിന് പഠിച്ചപ്പോൾ എനിക്കൊരു സാറ് പറഞ്ഞു തന്നൊരു കാര്യമാണ്, നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അത് 3 പ്രാവശ്യം ഒന്ന് എഴുതി നോക്കാനായിട്ട് പറയും. അത് എഴുതി നോക്കിക്കഴിഞ്ഞാല് റൈറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. സാറ് പറഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് എനിക്കത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ഞാൻ എക്സാം സമയത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തു. സാറ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാര്യം, അതായത് ഒരു കാര്യം വായിച്ചു, വയനാട്ട് പഠിക്കുകയല്ല ചെയ്തത്, ഒരു കാര്യം വായിച്ചു, ആ കാര്യം വായിച്ച് എന്താണോ എനിക്ക് മനസ്സിലായത് അത് 3 പ്രാവശ്യം 3 ടൈംസ് ഞാൻ നോട്ട്ബുക്കിൽ എഴുതി നോക്കിയപ്പോൾ പിന്നീട് അതെനിക്ക് എക്സാമിന് ഉപകാരപ്പെട്ടു. ഞാൻ ഇവിടെ വയനാട്ട് പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ആ ഒരു രീതി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുക. അതായത് പറയുന്ന കാര്യം എന്താണോ അല്ലെങ്കിൽ എഴുതുന്ന കാര്യം എന്താണോ അത് കുട്ടികൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി ഓരോരുത്തരായിട്ട് പറയൂ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള രീതി ഏതാണ്? കമ്മ്യൂണിക്കേഷൻ ഏതാണ്? എന്തുകൊണ്ടാണെന്നും പറയണം കേട്ടോ. ഉഷാനില്ല, ഏതാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇഷ്ടപ്പെട്ടത് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്. എന്തുകൊണ്ടാണ്? അത് കണ്ടു കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കും. അതല്ലാതെ വർത്താനം പറയോ ലിസണിങ്ങോ ചെയ്താൽ കുറച്ച് കഴിയുമ്പോ അതങ്ങ് പോകും. റൈറ്റിങ്ങും റീഡിങ്ങും അത് പഴഞ്ചൻ മെത്തേഡല്ലേ, അന്നേരം തൊട്ടേ ഇതൊക്കെ തന്നെ നടക്കുന്നത്. ഇപ്പൊ ഇത് വിഷ്വലൈസിങ് ആണ് ഏറ്റവും നല്ലത്. ആക്ടിവിറ്റീസ് ടീച്ചേഴ്സ് മോഡലും ചാർട്ടും ഒക്കെ കൊണ്ടുവന്നിട്ട് അത് കാണിച്ചു കഴിയുമ്പോ നമ്മുടെ മനസ്സിൽ ഒത്തിരി ഇരിക്കും. എനിക്കതാ ഇഷ്ടം. ഫാത്തിമ, ഷമീർ? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ കേസിൽ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് ആണ് ഇഷ്ടം. പേഴ്സണൽ ആണെന്നുണ്ടെങ്കിൽ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ് ഇഷ്ടം. പേഴ്സണൽ സ്പീക്കിംഗ്. എന്താണ് രണ്ടും തമ്മില് വ്യത്യാസം? എന്താണോ? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൂടുതലും അവർക്ക് മനസ്സിലാക്കാൻ എളുപ്പം നമ്മൾ കുറെ വായിട്ടടിക്കണേലും കൂടുതൽ നമ്മൾ ജസ്റ്റ് അവർക്ക് എന്താണോ ആ കണ്ടന്റ് അതൊന്ന് ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചാർട്ടായിട്ടോ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണോ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ആയിട്ടോ കാണിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ ഉപകാരപ്പെടും. ഞാൻ പറഞ്ഞത് എനിക്ക് പേഴ്സണലി ഇഷ്ടം സംസാരിക്കാൻ ഇഷ്ടമാണ്, അത് കേൾക്കാനും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പേഴ്സണൽ കാര്യം പറഞ്ഞപ്പോൾ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ് ഇഷ്ടം. പക്ഷേ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് ആണ് ഇഷ്ടം. ഓക്കെ, നെക്സ്റ്റ് അയനമോൾ ഷാജി, പറയാവോ ഏതാണ് ഇഷ്ടം? എനിക്ക് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് ആണ് ഇഷ്ടം. ഇഷ്ടമല്ല കാര്യം വെച്ചാൽ ഇപ്പം നമ്മളൊരു കുഞ്ഞു കുട്ടീനെ പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ A4 ആപ്പിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പിക്ചറും കൂടെ കാണിക്കുവാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകാനും, അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നേക്കാളും പിക്ചറിലൂടെ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇച്ചിരി കൂടെ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതാണ് അല്ലേ, ബെറ്റർ ആവും.
സൗമ്യ പുരുഷോത്തമൻ ഏതാണ് കൂടുതൽ ഇഷ്ടം? ഏതാണെന്ന് പറയാമോ? വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗ് ആണ്. ഓക്കെ. പിക്ചേഴ്സും പ്രൊജക്ട്സും ഫിലിമും മനസ്സിൽ തങ്ങി നിൽക്കും. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. In any classroom, teaching is done through the following varieties of communication. ഏതൊരു ക്ലാസ് റൂമിൽ ചെന്നാലും നമുക്ക് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ ഈസ് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇന്നത്തെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. When the teacher introduce the lesson, ടീച്ചർ എന്ത് ചെയ്യുന്നു? ഒരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. When he explains demonstrative skill, ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു അവരുടെ കഴിവുകൾ ഉപയോഗിച്ച്. പിന്നെ അതുപോലെ തന്നെ when he talks lectures about a theme, ആ തീമിനെ കുറിച്ച് സംസാരിക്കുന്നു. When he sum up a lesson, അതായത് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് ക്ലാസ് റൂമിൽ ടീച്ചർ വരുന്നു, ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, ഒരു ലെസനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ കുറിച്ച് വിവരിക്കുന്നു, ആ തീമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പിന്നീട് ആ ലെസൺ സമ്മപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഓൾവേസ് ഫോഴ്സ്ഫുൾ, അതായത് നിർബന്ധിതയാണ്. ഇവിടെ ടീച്ചർക്ക് എന്തുണ്ട്? അതായത് ടീച്ചർക്ക് കൂടുതലായിട്ട് അവിടെ ഫോഴ്സ് ഉപയോഗിക്കുക. അതായത് ഒരാളുടെ ഫോഴ്സ് ഉണ്ട് അവിടെ, അതായത് നിർബന്ധിതയാണ് ടീച്ചർ. അതായത് ഈ രീതിയിൽ ക്ലാസ് എടുക്കണമെന്ന് പറയാനായിട്ട് ടീച്ചറെ തള്ളുന്ന ആളുകള് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചർ ഇവിടെ പാഠഭാഗം അല്ലെങ്കിൽ ചാപ്റ്റർ എടുക്കാനായിട്ട് നിർബന്ധിതയായിട്ടുള്ള ആളാണ്. ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ടീച്ചർ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ള ആളുകൾ അതായത് ലിസണർ ആയിട്ടുള്ള ആളുകൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ദാറ്റ് ഈസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, the learner's role is to listen, receive and assimilate. There is no communication among the students themselves. ഇവിടെ കേൾക്കുന്ന ആളിന്റെ റോൾ എന്ന് പറയുന്നത് കേൾക്കുക മാത്രമാണ്. അവിടെ അവര് കമ്മ്യൂണിക്കേറ്റ് അവര് ചെയ്യുന്നില്ല, അങ്ങോട്ടൊന്നും മിണ്ടുന്നില്ല. മറിച്ച് എന്താണ്? ഇങ്ങോട്ട് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ ഇരിക്കുന്ന ആളുകളാണ്. അതായത് നമ്മുടെ പണ്ടത്തെ ക്ലാസ് റൂം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പണ്ടത്തെ അതായത് കുറെ നാളെ മുമ്പത്തെ നമ്മളുടെ ഒക്കെ ചെറുപ്പകാലത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മതി. അതായത് ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഇപ്പോഴാണ് കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ വരുന്നത് ക്ലാസ് റൂമിലൊക്കെ. പണ്ടത്തെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? ടീച്ചർ ഒരു കാര്യം വന്ന് എടുക്കുന്നു, ഒരു ലെസൺ വായിക്കുന്നു, ബാക്കിയുള്ളവരത് കേട്ടിരിക്കുന്നു. ടീച്ചർ പറയുന്നത് മാത്രമാണ് ശരിക്കുള്ളത്, അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് മാത്രമാണ് സത്യം, ടീച്ചർ പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ടത്തെ കാലത്താണ് നടക്കുക, അല്ലേ? അങ്ങനെയാണോ? പണ്ടായിരുന്നില്ലേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നേ? ഇപ്പൊ നമുക്ക് ശരിയാണ്. പറ്റുമോ? ഇപ്പൊ കാണാൻ പറ്റുമോ? ഇപ്പോഴും ഉണ്ട്, എങ്കിലും അത്രേ ഇല്ല. ചെറിയ ക്ലാസ്സുകളിൽ അത്രേ ഇല്ല. വലിയ ക്ലാസ്സിലൊക്കെ ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. സ്ഫടികം സിനിമയിലെ ചാക്കോ മാഷിനെ ഓർമ്മയുണ്ടോ? ചാക്കോ മാഷിനെ ഓർമ്മയുണ്ടോ? സ്ഫടികം സിനിമ ഉണ്ട്. മാത്തമാറ്റിക്സ്. അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്, ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പുള്ളി ഫോഴ്സ്ഫുൾ ആയിട്ട് കുട്ടികളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. കുട്ടികൾ അത് കേട്ടുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അവിടെ യാതൊന്നും പറയാനുള്ള റൈറ്റ്സ് ഇല്ല, യാതൊരു അവകാശവും ഇല്ല കുട്ടികൾക്ക്. പക്ഷെ കേട്ടുകൊണ്ടിരിക്കുക, അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ് കുട്ടികൾ അവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ, മീൻസ് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ആർക്കെങ്കിലും ക്ലിയർ അല്ലാത്തതുണ്ടോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെയാണ്.
Then രണ്ടാമത്തെ പോയിന്റിലോട്ട് നമുക്ക് പോകാം. ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. Discuss based communication. When the teacher asks questions and students give answers, when the students commences questions or raise their doubts and the teacher responds, here the teacher is not always dominant. It is a two-way communication. There is no more students involvement and student participation. Still, there is no communication among the students themselves. ഇത് എന്താ പറയാ, പേര് പോലെ തന്നെ ഡിസ്കസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ ടീച്ചർ എന്ത് ചെയ്യുന്നു, ചില ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കുന്നു, കുട്ടികൾ അതിന് ആൻസർ ചെയ്യുന്നു. ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു, ടീച്ചറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. വൺ വേ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് അത് കാണാൻ സാധിക്കില്ല. പക്ഷെ ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവരവരുടെ കൈ പൊക്കിയിട്ട് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് ടീച്ചറിനോട് പറയുകയും ടീച്ചർ അതിന് റെസ്പോണ്ട് ചെയ്യുകയും വേണം. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഡോമിനന്റ് അല്ല. ടീച്ചർ അല്ല ഇവിടെ അധിപതിയായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ടീച്ചർക്കല്ല കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇവിടെ സ്റ്റുഡൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. The next one is group based communication. എന്താണ് ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. When the students work in a small group, when the students do practical work in a science lesson as a team here, communication takes place between the group leader and the teacher among the group members. അതായത് ഇവിടെ സ്റ്റുഡൻസ് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, സ്റ്റുഡൻസിനോട് പല പല ഗ്രൂപ്പുകളായിട്ട് മാറാനായിട്ട് പറയാറുണ്ട്, അല്ലെ? അങ്ങനെ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ പഠന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? അപ്പോ ചിലപ്പോ ഒരു പ്രാക്ടിക്കൽ വർക്കിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സയൻസ് ലെസണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മളൊരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കാം ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് മാറുന്നത്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും, ആ ഗ്രൂപ്പിലെ ഒരാളെ ലീഡർ ആക്കും, ഗ്രൂപ്പ് ലീഡർ ആക്കും. അപ്പൊ ഒരു ക്ലാസ്സിലെ 30 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 30 കുട്ടികളെയും പല പല ഗ്രൂപ്പുകളാക്കിയിട്ട് ആ ഗ്രൂപ്പിന് ഒരു ലീഡറെ കൊടുക്കും, ഗ്രൂപ്പ് ലീഡറെ കൊടുക്കും. എന്നിട്ട് ഒരു ടോപ്പിക് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെരിമെന്റ് കൊടുക്കും, ഇത് ചെയ്യാനായിട്ട് പറയും. ഈ ഗ്രൂപ്പ് തമ്മിൽ ഡിസ്കസ് ചെയ്ത് അവര് ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ പറയും സമയം കഴിയാറായി എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രൂപ്പിലെയും ഗ്രൂപ്പ് ലീഡർമാരെ കൊണ്ട് എന്ത് കാര്യമാണോ കണ്ടെത്തിയത് അല്ലെങ്കിൽ എന്ത് കാര്യമാണോ എഴുതിയത് അത് പ്രസന്റ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗ്രൂപ്പ് ലീഡറിനാണ്. ഗ്രൂപ്പ് ലീഡർ ആണ് ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഗ്രൂപ്പ് ലീഡർ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് മെമ്പേഴ്സിനിടയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ സജഷൻസ് ഏറ്റെടുക്കുകയും അതിനെ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഗ്രൂപ്പ് ലീഡർക്കാണ് ഇവിടെ പ്രാധാന്യമുള്ളത്, ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ പ്രാധാന്യം ഉള്ളത്. ഓക്കെ. 3 കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയോ? ഗ്രൂപ്പ് ബേസ്ഡ് ഓക്കെ ആണോ? യെസ്. Then the next one ആണ് task based communication. It occurs in or seminar or discussion session. The pecking order between teacher and students disappear. Here the group including the teacher is concerned with the topic. Pecking എന്ന് പറഞ്ഞാല് ഹയറാർക്കി ആണ് കേട്ടോ, ഹയറാർക്കി.
ഈ ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒരു എന്താ പറയാ സെമിനാർ സെഷനിലാകാം, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ സെഷനിലാകാം. ഇതിനൊരു ഹയറാർക്കി ഇല്ല. ഇവിടെ നമുക്ക് ടീച്ചറും സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ആളുകളെ, അതായത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന എല്ലാവിധ ആളുകളെയും അല്ലെങ്കിൽ എല്ലാത്തരം ആളുകളുമുള്ള ഒരു വേദിയിൽ അവിടെ ചിലപ്പോ ടീച്ചർ ഉണ്ടാവാം, സ്റ്റുഡൻസ് ഉണ്ടാവാം. പക്ഷെ അവിടെ തരംതിരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ടീച്ചറാണ് മുകളിൽ നിൽക്കുന്നത്, സ്റ്റുഡൻസ് താഴെയാണ്, അങ്ങനെയൊന്നുമില്ല. എല്ലാ ആളുകളും ഒരുപോലെയാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സെമിനാർ നടക്കുവാണ് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ നടക്കുവാണെങ്കിൽ ആ വേദിയിലിരിക്കുന്ന വേദിയിലുള്ള എല്ലാ ആളുകളെയും ഒരേപോലെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അവിടെ ടീച്ചർ ആണെന്നില്ല, സ്റ്റുഡന്റ് ആണെന്നില്ല. ആ സെമിനാർ കണ്ടക്ട് ചെയ്യാൻ വന്നിട്ടുള്ള അല്ലെങ്കിൽ സെമിനാർ കേൾക്കാൻ വന്നിട്ടുള്ള ആള് അല്ലെങ്കിൽ സെമിനാർ പ്രസന്റ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരാൾ എന്ന കൺസിഡറേഷൻ മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ. ഇവിടെ ടീച്ചർക്ക് പ്രത്യേകിച്ച് അധികാരങ്ങൾ അല്ലെങ്കിൽ ഹയറാർക്കി ഇവിടെ കൊടുക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ടീച്ചർ എന്ത് ചെയ്യുന്നു? ഇപ്പൊ സെമിനാറിന് വരുമ്പോൾ ടീച്ചർ ആ ടീച്ചറിന് കൊടുത്ത ടോപ്പിക്സ് അവിടെ പ്രസന്റ് ചെയ്യുന്നു. സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡിസഗ്രിമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർഗ്യുമെന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ നേരിട്ട് ടീച്ചറോട് ചോദിക്കാവുന്നതാണ്. അവിടെ ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള ഒരു ബന്ധമല്ല. ആരാണ് പറയുന്ന ആൾ, ആരാണ് കേൾക്കുന്ന ആള്, കേൾക്കുന്ന ആൾക്ക് എന്തെങ്കിലും ടീച്ചർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയുന്ന കാര്യം ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവിടെ ഓപ്പൺ ആയിട്ട് പറയാം. സ്റ്റുഡന്റ് ആണെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം, ഓപ്പൺ ആയിട്ട് പറയാം. ദാറ്റ് ഈസ് ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഓക്കെ ആണ്? യെസ് മാം. ഓക്കെ, then ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇവിടെ എന്താണ് നമുക്ക് നോക്കാം. ഇറ്റ് occurs when the students do alone experiments in the science laboratory, when the students are working out some exercise or assignment on their own. Here the teacher's role is to supervise the students or provide some instruction. അതായത് ഇവിടെ മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് എന്താ പറയാ, ഒന്നില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ മിനിമം ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് വളരെ കുറവ് മാത്രമാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സയൻസ് ലബോറട്ടറിയിലെ എക്സാമ്പിൾ ആണ്. സയൻസ് ലബോറട്ടറിയിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചേഴ്സ് കേവലം ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമാണ് കൊടുക്കുക. എന്താണ് ആ കുട്ടി ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് കഴിയേണ്ടത്, അങ്ങനെ സമയവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കൽ മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി ഒരു സംസാരങ്ങളും അവിടെ നടക്കുന്നില്ല. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള എക്സാമ്പിൾ ഇതാണെന്ന് തോന്നുന്നു. ഞാൻ പറയാം. നമ്മളൊരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ PSC എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ ഇൻവിജിലേറ്റർ ആയിട്ട് വന്നിരിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുക? അദ്ദേഹം നമ്മളോട് മിണ്ടുവോ? ആരെങ്കിലും PSC എക്സാം എഴുതിയിട്ടുണ്ടോ ഇതിനകത്ത്? ഉണ്ട് മിസ്സേ, അവരൊന്നും ചെയ്യില്ല. അവര് കൊണ്ട് പേപ്പറൊക്കെ ഇഷ്യൂ ചെയ്യത്തേ ഉള്ളൂ. എന്നിട്ട് അവര് പറയും കൃത്യമായിട്ട് ബബിൾ ചെയ്യാനായിട്ട് പറയും അല്ലെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യണം. ആ ഒരു 1-2 ലൈനായിരിക്കും അവര് പറയാ. വേറെ ഒരു കാര്യം അവരവിടെ മിണ്ടില്ല അല്ലെ, നമുക്കത് കാണാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇവിടെ സയൻസ് ലബോറട്ടറിയിലെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള എക്സാംസ് ഒക്കെ നടക്കുമ്പോഴൊന്നും തന്നെ എന്ത് ചെയ്യില്ല, ഇൻസുലേറ്റർ ആയിട്ട് വന്നിരിക്കുന്ന ആളുകളും മിണ്ടാറില്ല. ഓക്കെ, ആവശ്യത്തിന് മാത്രം ഇൻസ്ട്രക്ഷൻസ് മാത്രം കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്, അവർക്ക്. ഇത്തരത്തില് എന്താ പറയാ, നമുക്ക് കമ്മ്യൂണിക്കേഷനെ അതിന്റെ വെറൈറ്റിയെ നമുക്ക് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ലെക്ചർ ബേസ്ഡ്, second one is discuss based, third one is group based, fourth one is task based, and fifth one is minimum or no communication. Okay. ഇനി താഴെ പറയുന്ന കാര്യം ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഈസ് ആക്ച്വലി ഓഫ് 3 types: പേഴ്സണൽ, ഗ്രൂപ്പ്, മാസ്. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി
മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ വരെ നിങ്ങളൊന്ന് റീഡ് ചെയ്യുക, എന്നിട്ട് എന്നോടൊന്ന് പറയാ കേട്ടോ. മിസ് മാനേജ്മെന്റിനുള്ള പോയിന്റ് വായിക്കണോ? വേണ്ട വേണ്ട, അത് വായിക്കണ്ട. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? യെസ് മിസ്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 3 ടൈപ്സ് ഉണ്ട്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് അത് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? വായിച്ചിട്ട് എന്ത് മനസ്സിലായി? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതായത് ഒരു വ്യക്തി, when a communication is from a person to a particular person, it is personal communication. For example, personal letters, telegrams, telephone message, etc. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ഉദാഹരണം ലെറ്റർ അയക്കുന്നു, ടെലിഗ്രാംസ്, ടെലിഫോൺ മെസ്സേജസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കേട്ടോ. അതായത് ഞാൻ ഇപ്പോ നിങ്ങളിൽ ഒരാളുമായിട്ട്, ഞാൻ ഉഷാനിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഞാനുമുണ്ട് ഉഷാനിലുമുണ്ട് അല്ലെ, 2 വ്യക്തികളാണ്. ഞാൻ ചിലപ്പോൾ ലെറ്റർ എഴുതാം, അല്ലെങ്കിൽ ഫോണിൽ മെസ്സേജ് അയക്കാം, അങ്ങനെ പല കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് അടുത്തതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് ഇത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേഴ്സണ് മാത്രമല്ല ഈ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മറിച്ച് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് ചില ഇൻഫോർമേഷൻസ് അത് നമ്മള് ഗ്രൂപ്പുകളിലേക്കാണ് പാസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോ എന്താ പറയാ, ചില സർക്കുലറുകൾ ഉണ്ട്, സ്കൂളുകളിൽ ചില സർക്കുലറുകൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇത്തരം സർക്കുലറുകൾ ക്ലാസ് റൂമിൽ പോകുന്നുണ്ട്, ക്ലാസ് റൂമിൽ കൊണ്ടു ചെല്ലാറുണ്ട്. അപ്പൊ ഈ ക്ലാസ് റൂമിൽ കൊണ്ടു ചെല്ലുമ്പോൾ അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരിക്കില്ല, മറിച്ച്
ടീച്ചേഴ്സിന് വേണ്ടിയായിരിക്കും ഈ സർക്കുലറുകൾ ഉണ്ടാവുക. അപ്പോ ഒരു എന്താ പറയാ പർട്ടിക്കുലർ ആയിട്ടൊരു വ്യക്തിക്ക് മാത്രമായിട്ടല്ല, ഒരു ഗ്രൂപ്പ് ഇപ്പൊ ടീച്ചേഴ്സിന് മാത്രം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസ് റൂമുകളിലും എന്ത് ചെയ്യും, സർക്കുലർ പോകും അല്ലെ. ടീച്ചേഴ്സിന് ഇന്ന ദിവസം ഇന്ന ഡേറ്റില് സമയത്ത് മീറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. അത് സ്റ്റുഡൻസിന് വേണ്ടി ആയിരിക്കില്ല, മറിച്ച് ഓരോരോ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും ആ സർക്കുലറുകൾ പുറപ്പെടുവിക്കുന്നത്. അതുപോലെ തന്നെ ചില ക്ലാസ് റൂമിൽ ചെന്നിട്ട് ചില ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും പറയാറുണ്ട്, ഇപ്പോ സയൻസ് ക്ലബിലുള്ള കുട്ടികള് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ടതിന് ശേഷം സയൻസ് ക്ലബിന്റെ അവിടെയായിട്ട് ചെല്ലുക എന്ന് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഇങ്ങനെയുള്ള ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ സയൻസ് ക്ലബിലുള്ള ഒരു കുട്ടീന്ന് സ്പെസിഫിക് ആയിട്ട് പറയില്ല, മറിച്ച് സയൻസ് ക്ലബിലുള്ള കുട്ടികൾ ആരൊക്കെയാണോ അവര് ഇന്ന ദിവസം ഇന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുക എന്നാണ് നമ്മളവിടെ പറയുന്നത്. അപ്പൊ അവിടെ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടല്ല, അവിടെയുള്ള ആളുകൾ, ആ ക്ലബിൽ എത്ര പേരുണ്ട്, സ്പോർട്സ് ക്ലബിൽ എത്ര പേരുണ്ട്, സയൻസ് ക്ലബിൽ എത്ര പേരുണ്ട്, മറ്റ് ഇപ്പോ നമ്മുടെ എന്താ പറയാ NSS, NCC അങ്ങനെയുള്ള പല കേഡറ്റുകളുണ്ടല്ലോ, അത്തരത്തിലുള്ളവർ എത്ര പേരുണ്ട്, അവരെന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോ സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണെ സൂചിപ്പിക്കാതെ ആ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ആളുകളെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് തമ്പിടും കേട്ടോ, ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഇനി എടുക്കാനുള്ള കാര്യങ്ങളൊന്ന് വായിച്ചിട്ട് വരിക, അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് റീഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. കുറച്ച് ഭാഗം കൂടി ഉള്ളൂ. ഓക്കെ, നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Thank you. താങ്ക് യു.